ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ രഞ്ജിത്ത് സാറിനെ കണ്ട സമയത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറുടെ മകനാണ്. അപ്പോ സാറ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാനും RCM എന്നുള്ളൊരു ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ക്ലാസ് എടുക്കാനെന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ പിറകില് നമുക്ക് ഇന്നിപ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മദർ കമ്പനി ആയിട്ടുള്ള നമ്മുടെ RCM കമ്പനിയുടെ ഹെഡ് ഓഫീസ് എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു. നമ്മൾ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ഒരു എത്ര 500 ചില ഏക്കറുകളിൽ വളരെ വ്യാപകമായിട്ട് കിടക്കുന്ന ആ ഒരു കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഇന്ന് ഈ ഒരു കേരളത്തിന്റെ കോഴിക്കോടിന്റെ ഈ തറ്റത്തിരിക്കുന്ന ഞാനും എറണാകുളത്തിന്റെ മറ്റൊരു തറ്റത്തിരിക്കുന്ന രഞ്ജിത്ത് സാറും തമ്മിൽ ഇന്നിങ്ങനെ ഈ രീതിയിൽ ഇരുന്ന് സംസാരിക്കണം എന്ന് വെച്ചാല് അപ്പൊ ആ കമ്പനിയുടെ ഒരു വിഷനും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള ആളുടെ വിഷൻ നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ വിഷൻ എത്ര ഭാവിയിലേക്ക് കണ്ടുകൊണ്ടായിരിക്കും ആ വ്യക്തി തുടങ്ങിയത് നമ്മൾ ചിന്തിക്കാം. നമ്മുടെ കമ്പനി ഇന്ന് തുടങ്ങിയിട്ട് 24 വർഷത്തിലേക്ക് കടക്കുകയാണ്. RCM എന്നുള്ള കമ്പനി ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നിട്ട് നമ്മളെ മദർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോ എന്നെക്കാളും എൻ്റെ അച്ഛനെക്കാളും പ്രായമുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്രയും വലിയ ഒരു കമ്പനിയിലെ ഒരു ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അവസരം തന്ന എല്ലാ ലീഡർമാർക്കും, നമ്മുടെ മുകളിലുള്ള ലീഡർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള TCG സാറിന് ഒരു വലിയ കൂപ്പുകൈ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. പിന്നെ ഞാൻ ഒരു മീറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും വിട്ടു പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് ലീഡർമാർ, നമ്മുടെ കോഴിക്കോടിന്റെ അഭിമാനമായ സുജിത് സാറ്, അല്ലെങ്കിൽ കേരള RCMന്റെ തന്നെ അല്ലെങ്കിൽ ഓൾ RCMന് തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സുജിത് സാറിന്റെ ഒക്കെ വാക്കുകൾ എത്രയോ തവണ എനിക്ക് പ്രചോദനമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാരായണ സാറിന് ഇടയ്ക്ക് വരൂല, നാരായണേട്ടൻ എന്ന് വിളിച്ചിട്ട് എന്റെ ശീലം. അപ്പൊ നാരായണേട്ടന്റെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി, ഇതൊക്കെ RCMൽ നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്കറിയാം. നമ്മൾ RCMൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഒരു 10-40 വയസ്സ് 50 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് 35 വയസ്സിലൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന RCM, അവരൊക്കെ ഇന്ന് നമ്മുടെ മുന്നിൽ തിളങ്ങി നിൽക്കുക. അപ്പൊ അതിന് തൊട്ട് താഴെ നമ്മൾ നോക്കാനാണെങ്കിൽ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള ഷിജു സാർ അല്ലെങ്കിൽ സെൽവൻ സാർ, ഒരു 30-35 വയസ്സ് 40 വയസ്സിൽ ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഇന്ന് RCMൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ എനിക്ക് എന്റെ സ്വയം പ്രായം ഞാൻ പറയാനാണെങ്കിൽ 19 വയസ്സുള്ള ഞാനും ഒരു 22 വയസ്സ് 23 വയസ്സ് പ്രായമുള്ള നമ്മളെ രഞ്ജിത്ത് സാറും ഇത്രയും ആളുകൾ ഇന്ന് RCMൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വലിയൊരു ഏജ് കാറ്റഗറിയാണ് ഇന്ന് RCMൽ ഉള്ളത് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ആ ഒരു വിഷൻ, നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടറുടെ വിഷൻ, ഒരു 18 വയസ്സായ ഒരു നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വളരെയധികം എന്താ പറയാ ഒരു ലീഗലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മുതൽ എത്ര പ്രായമുള്ള, അപ്പൊ എത്ര പ്രായമുള്ള ആളുകൾ നമ്മളെ ഓരോ ടീമുകളിലും ഉണ്ട്. നമ്മളെ നാരായണേട്ടൻ അതുപോലുള്ള വലിയ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ലീഡേഴ്സ്, ആ മെച്ചുവേർഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വലിയൊരു ശൃംഖലയുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് നമുക്ക് ഇന്ന് ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് ഈ അവസരം തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താം. പേര് അമൽജിത്ത് എന്നാണ് പേര്. ഇപ്പോൾ ഞാന് സാർ പറഞ്ഞ പോലെ +2 സയൻസ് ആയിരുന്നു വിഷയം. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ജോയിൻ ചെയ്ത് ആ ഒരു സമയത്താണ് RCMലേക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് എത്തിച്ചേർന്നത്. സെൽവൻ സാറിൽ നിന്നാണ്, അതായത് ഇപ്പൊ കോഴിക്കോടുള്ള എറണാകുളത്ത് താമസിക്കുന്ന സെൽവൻ സാറ്, അങ്ങനെ പറയണം. സാറ് എറണാകുളത്ത് നിന്നുകൊണ്ടാണ് കോഴിക്കോട് ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ് അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ നോക്കാനും ചിന്തിക്കുകയാണ്. ഓരോ ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കാൻ. അപ്പൊ നമ്മൾ അതൊന്നും തൊടാനില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ആ സെൽവൻ സാറിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് RCM കിട്ടുന്നത്. എന്റെ അച്ഛൻ അതുവരെ പറയാനാണെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡ്, അതുപോലെ തന്നെ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി
പെട്ടെന്ന് RCMലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഫസ്റ്റ് സമയത്ത് മീൻസ് ആദ്യ ഒരു മാസത്തോളം ഞാൻ വളരെ ക്രൂഷ്യൽ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണ് ഈ സംഭവം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. RCMലേക്ക് പെട്ടെന്ന് ഒരു സമയത്ത് എന്താ പറയാ, വെറും കാക്കിയിട്ട് നടന്നതിന് ഒരാള് പെട്ടെന്ന് ഷർട്ടും ടൈയും ഒക്കെ വാങ്ങി ഇതേമാതിരി ടൈയൊക്കെ കെട്ടാനൊക്കെ പഠിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇത് പണി കിട്ടുന്ന ആണോ എന്നുള്ളൊരു ഡൗട്ട്. മൊത്തത്തില് ഒന്ന് നോക്കിക്കാണാന്നുള്ള ഒരു മായ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് RCMലേക്ക് ജോയിൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മെല്ലെ മെല്ലെ അച്ഛനിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ RCM എന്നുള്ളതിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ RCMലേക്ക് എത്തിയിട്ട് ഇന്നിപ്പോ നമ്മൾ നോക്കാനാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 വർഷം കഴിയാണ്. ഇന്നിപ്പോ ഒരു PUC, ബേപ്പൂരുള്ള ഒരു PUC നമ്മളെ ആരംഭിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ ജനുവരി 15-ന് ഒരു വർഷമായി. വളരെ പ്രൗഡായിട്ട് തന്നെ പറയാം, ഓരോ മാസവും അതിന്റെ ഗ്രോത്ത് മുന്നോട്ട് തന്നെയാണ്. ആകെ ഒരു മാസം പോലും എണ്ണി പറയാനില്ല അതിന്റെ ഓവറോൾ ബിസിനസ് നമ്മൾ എടുത്തു നോക്കാനാണെങ്കിൽ പുറകോട്ട് നിന്ന്. അപ്പോ RCM ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് RCMലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് എത്തിയിട്ട് 2.5 വർഷമായി. ഞാൻ പഠനകാലത്ത് സയൻസ് ആയിരുന്നു ഫസ്റ്റ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ BBA എന്നുള്ള ഒരു സ്ട്രീമിലേക്ക് മാറി. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സയൻസ് പഠിച്ച് മുൻപോട്ട് പോകുന്നതിന് കമ്പാരിറ്റീവ്ലി ഓപ്ഷൻസ് കുറവായിട്ട് BBA എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാന് ഇപ്പോ BBA സെക്കൻഡ് ഇയർ ആയിട്ട് കോഴിക്കോട് തന്നെയാണ് പഠിക്കുന്നത്. അതിന്റെ ക്ലാസ്സിനോടൊപ്പം RCM കൂടെ കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സയൻസ് എന്നുള്ള ഒരു ഫീൽഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഇന്നത്തെ മെഞ്ഞാന്നത്തെ ഒക്കെ പത്രങ്ങൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് കോളങ്ങളിൽ ഒരുപാട് പരസ്യങ്ങൾ. ഇപ്പോ ഇതാണ് ആകാശ്, അതുമാതിരി തന്നെ നമ്മൾ പറയുന്ന റേസ് അല്ലെങ്കിൽ സൈൽ എന്നൊക്കെയുള്ള ഒരുപാട് ഇന്ന് ഓൺലൈൻ കോച്ചിങ് സെന്ററുകളുടെയും ഒക്കെ പരസ്യം അല്ലെങ്കിൽ അവരുടെ വിജയഗാഥകൾ നമ്മൾ കാണാം. അപ്പൊ അത് നമ്മൾ വളരെ നല്ലൊരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നം ഫലവത്താക്കാനുള്ള ഒരു വഴികളാണ് ഇന്ന് എൻട്രൻസിലൂടെയും മറ്റൊക്കെ നേടുന്നത്. പക്ഷെ അതിന്റെ പുറകിലേക്ക് നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം ജനുവരി മാസത്തിൽ നടന്ന JEE ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ നോക്കാനാണെങ്കിൽ, അതായത് എൻട്രൻസിലേക്ക്, അതായത് എഞ്ചിനീയറിംഗിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു ടെസ്റ്റ്, ആ ഒരു ടെസ്റ്റിൽ ഏകദേശം 12 ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ ഏകദേശം ആ ഒരു ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആളുകൾ എഴുതുന്ന ഒരു എക്സാം, ആ ഒരു എക്സാമിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും നെഗറ്റീവ് ആക്കി പറയല്ല, ഒരു മോശം സംഭവമാക്കി പറയല്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു, ഇന്ന് ഞാൻ എന്റെ ചുറ്റുപാടിലൂടെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 10 പേര് എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് വെച്ചാല് പലപ്പോഴും അതിലൊരു 3 ആളോ അല്ലെങ്കിൽ ഒരു 4 ആളോ ഉള്ളൂ അവനവന്റെ ഉള്ളിൽ നിന്നുള്ള താല്പര്യം കൊണ്ട് ആ ഒരു എക്സാമിലേക്ക് എത്തിപ്പെടുന്നവര്. ബാക്കി പലപ്പോഴും ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ തന്നെ എടുക്കാം. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് യാതൊരുവിധ പ്രഷറും ഉണ്ടായിരുന്നില്ല. സത്യം പറയാനാണെങ്കിൽ ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് മുൻപോട്ട് പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകണോ എന്നുള്ളത് 100% എന്റെ കൈമൽ തന്നെ ഉള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അത് 100% എന്റെ കൈമലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല കേരളത്തിലുള്ള 100% വീട്ടിലും ഇതാണ് അവസ്ഥ. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 90% അല്ലെങ്കിൽ 95% വീടുകളിലും അവരവരുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് വ്യാകുലരാകുന്ന ഒരു മാതാപിതാക്കൾ പലപ്പോഴും അവരവരുടെ സ്വപ്നങ്ങൾ വാർത്തെടുക്കാനാണ് മക്കളെ ഉപയോഗിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് പകരം സ്വന്തം സ്വപ്നങ്ങൾ അല്ലെ സ്വന്തം ലക്ഷ്യങ്ങൾ, നടക്കാതെ പോയ ലക്ഷ്യങ്ങൾ മക്കളിലൂടെ നേടിയെടുക്കുക. സംഭവം കേൾക്കാനൊക്കെ നല്ല രസമുള്ള സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കാനാണെങ്കിൽ ഏകദേശം 10-12 ലക്ഷം വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിലേക്ക് എത്തിപ്പെടുന്ന പലരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം അവരുടെ ജീവിതത്തിലെ, നമ്മൾ ആലോചിക്കാം, വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയമാണ് നമ്മളൊരു യൂത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരിക്കലും പോയി കഴിഞ്ഞാൽ ഏത് സിനിമകളിലും കഥകളിലും നോവലുകളിലും ഒക്കെ നമ്മൾ പറയും യൂത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ ഒരു യൂത്തില് ഒരു വളരെ സുപ്രധാന സമയം ഇത്തരം എക്സാമുകളിലേക്ക്, ഇനിയിപ്പോ JEE മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ നീറ്റ് അല്ലെങ്കിൽ കാറ്റ് എക്സാം, അങ്ങനെയുള്ള ഗേറ്റ് എക്സാമുകൾ, ഒരുപാട് എക്സാമുകളിൽ നമ്മൾ കാണാം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് മത്സരിക്കുന്നു. അപ്പൊ JEE പോലുള്ള ഒരു എക്സാം അല്ലെങ്കിൽ ഒരു JEE എക്സാം ഇന്നിപ്പോ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് നോക്കി.
ഈ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് മുൻപ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15,000-ോളം സീറ്റുകൾ ആണ് നമുക്ക് IIT-കളിൽ നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ NIT-കളിലും ഒക്കെ വരുന്നത്. ഇങ്ങനെയുള്ള നമ്മളെ എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം കൂടെ നമ്മൾ എടുത്തു നോക്കാനാണെങ്കിൽ ഏകദേശം 1,00,000-ന്റെ താഴെ സീറ്റുകളാണ് നമുക്ക് ഓവറോൾ വരുന്നത്. ഈ ഒരു സീറ്റുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന വ്യക്തികളിൽ ഞാൻ പറയുമ്പോൾ ആ 1,00,000 ആളുകളാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടതും സുപ്രധാനവുമായ എഞ്ചിനീയർമാര്. അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് വരുന്ന ആളുകൾ പലപ്പോഴും ഞാൻ പറഞ്ഞു തരട്ടെ, അവര് മറ്റ് പല രീതികളിൽ പഠനത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോകും. ഇപ്പൊ നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ ഇന്ന് ഒരു 95 ലക്ഷം രൂപ, ഞാൻ +2 കഴിഞ്ഞ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഒരു മെസ്സേജ് എന്റെ ഫോണിലേക്ക് വന്നത്. ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്ത് ഏതോ ഒരു സമയത്ത് എന്തോ ഒരു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് എന്റെ ഫോണിലേക്ക് വരികയാണ്. ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോയതിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്പർ അവിടുന്ന് ലീക്ക് ആയതാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ അവിടുന്ന് എന്തോന്ന് വന്നതാ 95 ലക്ഷം രൂപയുടെ ഒരു പാക്കേജ്. ആ പാക്കേജ് ഉണ്ട് വെച്ചാല് +2യുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് വെച്ചാല് നമുക്ക് ഡോക്ടറായി മാറാനുള്ള സിറ്റുവേഷൻ ആണ് അവര് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 95 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ട് വെച്ചാല് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മാറ്റി വെക്കേണ്ട ഒരു വസ്തുതയായിട്ട് പറയല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ റണ്ണിങ് ആണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളും എവിടെ കിടക്കുന്നു? നമ്മുടെ മക്കളെ സ്വപ്നങ്ങളെ നമ്മൾ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ, നമ്മുടെ നാട്ടില് എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി പോലും എഞ്ചിനീയർ ആവാതിരിക്കില്ല. ഡോക്ടർ ആവണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി പോലും ഡോക്ടർ ആവാതിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളൊരു വക്കീലാവണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി പോലും വക്കീലാവാതിരിക്കില്ല. ഇനി നേരെ മറിച്ച് ഒരു ബിസിനസ് എന്റർപ്രണർ ആവണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി പോലും അത് ആവാതിരിക്കില്ല. കാരണം നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അതിന്റെ കാരണക്കാരൻ നമ്മൾ മാത്രമായിരിക്കും. നമ്മുടെ തോൽവി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാരണമാണ്. നമ്മുടെ തോൽവി എന്ന് പറയുന്നത് 100% നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ വീട്ടുകാരുടെയോ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ ബന്ധക്കാരുടെയോ ഒന്നും റിലേ എന്നൊരു സംഭവമേ അല്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് എൻട്രി ചെയ്യുന്നതിലൂടെ തന്നെ അവരുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു സമയം അവിടെ അവർക്ക് പാഴാവുകയാണ്. ആ പാഴായി അവർ പുറത്തേക്ക് ഇറങ്ങുന്നതോട് കൂടിയിട്ട് അവരുടെ മെന്റലി അവർക്ക് വരുന്ന ഒരു സ്ട്രെസ്സും അതൊരു സ്ട്രഗിളും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലുതാണത്. അപ്പൊ അതിന് പുറമെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ, അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രയും രീതിയിൽ ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ആഗ്രഹം നമ്മൾ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ മെനക്കെടുന്ന അല്ല അവർ കഷ്ടപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് എത്തുക എന്ന് വിചാരിക്കാം. ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണം എന്നുണ്ട് വെച്ചാല് ഒരു സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഒരു പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അല്ലെങ്കിൽ ബാക്കി ഒരു കേരള ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ബാക്കി ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളവർക്ക് എത്താൻ പറ്റില്ല. അവർക്ക് ആ കുട്ടിക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കണം എന്നുണ്ട് വെച്ചാൽ തന്നെ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഒരു ബേർഡൻ ആ ഒരു കുട്ടി പഠിച്ചിറങ്ങുന്നതിനുള്ളിൽ ഉണ്ടാവും. ഒരു പക്ഷേ ഒരു ഒരു ആവറേജ് ലെവലിലുള്ള ഒരു ഫാമിലിക്ക് അത് താങ്ങാവുന്ന ബേർഡനിലുള്ള ലെവലിലുണ്ട്. പക്ഷെ ഒരു ബിലോ ആവറേജിൽ നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അത് വലിയൊരു ബാധ്യതയായിരിക്കും. ഒരു പക്ഷേ ആ വിദ്യാർത്ഥി പാസ് ഔട്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ വീണ്ടും ഒരു 5-8 വർഷങ്ങൾ പണിയെടുക്കുന്നത് മൊത്തം ആ ഒരു ലോണോ അല്ലെങ്കിൽ ആ ഒരു ബാധ്യത കടപ്പെട്ടത് തീർക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇത്രയും വലിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അപ്പോ ഇതിന്റെ പുറമെ എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഇപ്പോ ഒരു ഒരു ടീച്ചർ എന്നുള്ള ഫീൽഡ് ഞാൻ വളരെയധികം ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഞാൻ കോളേജിലേക്ക് എത്തിയ സമയത്ത് നമ്മളെ കോളേജിൽ പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ടീച്ചർമാരോടൊക്കെ കുറെ ടീച്ചർമാരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും സത്യം പറഞ്ഞാല് ടീച്ചർ എന്നുള്ള ഫീൽഡിൽ അവർ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ ടീച്ചർ എന്നുള്ള ഫീൽഡിലേക്ക് അവർ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളല്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവരെ കൂടുതലായിട്ട് അവരെ ഡീപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങളോ അല്ലെ അവരുടെ ലക്ഷ്യങ്ങളോ മറ്റു പലതും എന്തൊക്കെയോ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ കോഴ്സ് എടുത്തു, അതിന്റെ ബാക്കി കോഴ്സ് എടുത്തു, അങ്ങനെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഈ രീതിയിൽ അപ്പൊ ഞാനതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ ടീച്ചിങ് ഫീൽഡിൽ എത്തിപ്പെട്ടു എന്നുള്ളത്, ടീച്ചിങ് വളരെ നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാനാണെങ്കിൽ ഒരിക്കലും
ഒരു എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ബസ് ഡ്രൈവറായി നിൽക്കുമ്പോൾ 100% സന്തോഷവാനായിരിക്കുമോ അല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എന്റെ അറിവിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി ഇന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നല്ല, ഒന്ന് രണ്ട് ആളുകൾ ഇത്തരം പല മേഖലകളിൽ, ഒരുപാട് മേഖലകളിൽ അവർ പഠിച്ചതെന്തോ, അവർ പ്രവർത്തിക്കുന്നത് മറ്റെന്തോ, അവരുടെ ജീവിത ലക്ഷ്യം മറ്റു വേറെന്തോ. ഈ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരിക്കലും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ബിസിനസ് എന്ന് പറയുന്നത് 100% എല്ലാവർക്കും പറ്റിയ പണിയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാലും ഒരു കരിയറാണ്, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള, അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണ്, അല്ലെങ്കിൽ അതിന് കഴിവും അതിന് ആഗ്രഹമുള്ള ആളുകൾക്ക് മാത്രം പറ്റിയ പണിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടെർമിനോളജി, അല്ല ആ ഒരു ടെർമിനോളജിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന ആളുകൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച പണി കിട്ടിയില്ല എന്നുള്ളത് പോലും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിന് നമുക്ക് സാധിക്കും. ഐ തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടില് എത്രയോ ആളുകൾ, ഇപ്പൊ പറയാനാണെങ്കിൽ നമുക്കറിയാം, ഒരു 10,000-നും 20,000-ന്റെയും റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഒരു റേഞ്ച് ഓഫ് കാറ്റഗറി നമ്മൾ പറയാനാണെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ സിറ്റി, അല്ലെങ്കിൽ ഒരു പൂനെ സിറ്റി, മുംബൈ സിറ്റികളിലൊക്കെ ആ ഒരു റേഞ്ചിൽ ജോബ് ചെയ്യുന്ന ആളുകൾ ഒരുപാട്, എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ജോബില് അത്രയും ഒരു സാലറി മതിയോ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ? ഒരിക്കലും പോരാ. കാരണം ഒരു മെട്രോ സിറ്റിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടുത്തെ റെന്റും, അവിടുത്തെ ഫുഡ് ബില്ലും, അവിടുത്തെ വാട്ടർ എക്സ്പെൻസും, ബാക്കി എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ, അതിന് പുറമെ വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കാൻ നിന്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ ഒരു 5,000 10,000 ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവുള്ളൂ. ഏഹ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസയും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെലവാക്കി മുന്നോട്ട് പോയിരുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ ഒരു സമയത്ത് എന്റെ മൈൻഡിൽ കയറി കൂടി എന്നുള്ളതാണ് സത്യം പറഞ്ഞാല് എന്നെ ഈ ഒരു മേഖല എന്തുകൊണ്ടും എനിക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്റെ ലക്ഷ്യങ്ങളും എന്റെ സ്വപ്നങ്ങളും എന്റെ കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കണം എന്ന് വെച്ചാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ വീട്ടിന്റെ ഒരു മൂലയിൽ ഒരു പുതിയൊരു ഒരു എന്താ പറയാ ഒരു വാർഡ്രോബ് വന്നിരുന്നു ആ സമയത്തേക്ക്. അതിന്റെ പേര് ഡിസ്പ്ലേ വാൾ എന്നാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്താണ് RCMലുള്ള ഒരു പുതിയൊരു ഇത്. അപ്പൊ RCMലൂടെ തന്നെ എന്തുകൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ RCMന്റെ അവസരങ്ങൾ എന്താണ് ഈ സംഭവം നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാൻ ഞാൻ തയ്യാറായി. ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ RCM ഒരിക്കലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, നമ്മൾ ഒരുപാട് സ്കാമുകളും ഒരുപാട് ഫ്രോഡായിട്ടുള്ള എന്താ പറയാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പൊ നമ്മള് പറയാനാണെങ്കിൽ ഇപ്പൊ കോഴിക്കോടിന്റെ ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ അതിന് സിറ്റി സെന്ററിൽ പഠിച്ചു വരുന്ന, ആ ഒരു സിറ്റിന്റെ ഉള്ളിൽ ഒരു പഠിക്കുന്ന ഏത് സ്കൂളിൽ പഠിക്കുന്ന ഒരു വ്യക്തിയായാലും ഒരു 13 വയസ്സ് മുതൽ അല്ലെ 12 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള മീൻസ് ഫ്രോഡ് ആൻഡ് സ്കാം ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകളെ കുറിച്ചിട്ട്. ഞാൻ അത്തരത്തിൽ തന്നെ ഒരുപാടെണ്ണത്തിൽ കേട്ടു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും തലവെക്കാൻ അന്ന് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. 100 രൂപ മുതൽ 5,000 രൂപയും 10,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി ഡബിളിംഗ് സ്കാമുകൾ ആ സമയത്ത് നമ്മളെ വിദ്യാർത്ഥികളുടെ ഇടയിൽ അത്രയും വലിയൊരു ലോബി ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട് എന്ന് ഞാൻ പറയും. പക്ഷെ നമ്മൾ പറയാനാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കിടയിൽ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ചൂഷണം ചെയ്യാം. ഒരിക്കലും അതൊരു ലീഗൽ ആയിട്ടുള്ള സംഭവമല്ല. യാതൊരു വിധത്തിലുള്ള എന്താണ് ഒതന്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലേ എന്ന് പോലുള്ള ഒരു യാഥാർത്ഥ്യം പോലും അറിയാത്ത രീതിയിൽ നമുക്ക് ആ രീതിയിൽ അവിടെ ഇത്രയും സ്കാമുകൾ അവിടെ നടക്കുക. അപ്പൊ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കൂടെ നമുക്ക് ഒരിക്കലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതാണ് എന്നുള്ളതായിരുന്നു ആ ഒരു സമയത്ത് ഒരു 15-16 വയസ്സ് വരെ എന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിലുണ്ടതിനെ ഒരു മുൻധാരണ എന്ന് പറയാം. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല RCM പോലുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു റിയലൈസ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിസ്റ്റത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കാനാണെങ്കിൽ എന്താണ് RCM നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. തികച്ചും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെ. ഒരു ആർക്കും എന്ത് സംഭവവും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അത് സെയിൽ ചെയ്യാനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. അങ്ങനെ നമുക്ക് എളുപ്പം അതിനൊന്ന് ഡിഫൈൻ ചെയ്തെടുക്കാം. RCM ഈസ് എ വെൽ ഡിഫൈൻഡ് ട്രാൻസ്പെറന്റ് സിസ്റ്റം. അപ്പൊ അതിൽ യാതൊരു
സംശയമില്ലാത്ത സംഭവമാണ്. നമ്മൾ അതിന്റെ പ്ലാനോ അതിലെ പ്രസന്റേഷനോ കാര്യങ്ങളോ എന്തെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന യൂത്തിനെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ പോകുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കണക്ക് 2023 പുറത്തു വന്നിരുന്നു. എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതലുള്ളത് എത്ര 51% പോപ്പുലേഷൻ എന്ന് പറയുന്നത് യൂത്ത് ആണെന്നുള്ളത്. അത് വളരെ അഭിമാനപൂർവ്വം ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടങ്ങുന്ന എത്രയോ ഉന്നത ആയിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം. നമുക്കറിയാം നമ്മുടെ രാജ്യം 1950 ഏകദേശം റിപ്പബ്ലിക് ആയിട്ടുണ്ട് അല്ലെ. അതിനുശേഷം ഇപ്പൊ ഏകദേശം 70 കൊല്ലായി, 74 കൊല്ലത്തിലേക്ക് നമ്മൾ കടക്കുക. അപ്പൊ ഈ സമയത്ത് ഇത്രയും കാലമായിട്ടും ഇന്ത്യ ഈസ് സ്റ്റിൽ എ ഡെവലപ്പിംഗ് കൺട്രി. അത് ഇത്രയും കാലമായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. ഇന്നും അത് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഇന്നൊരു ഫുട്ബോൾ ടീം പോലും സത്യം പറഞ്ഞാല് ഇല്ലാത്ത അവസ്ഥയില്, ഇന്ത്യ പേര് കേട്ട ഒരു ഫുട്ബോൾ ടീം പോലും നമ്മുടെ ഇന്ത്യക്ക് ഇല്ല എന്നുള്ള ലെവലില് അത് ഇന്നും ഡെവലപ്പിംഗ് ആയിട്ട് ഡെവലപ്പിംഗ് മാത്രമാണ്, ഡെവലപ്ഡ് ആയിട്ടില്ല. എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു? കാരണം നമ്മുടെ ഗവൺമെന്റിനെ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കുള്ള ജനസംഖ്യയും അതിനുള്ള ആളുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതിന്? നമ്മൾ ഒരിക്കലും ഈ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനോ പഴിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. പറഞ്ഞിരിക്കുക. ഈ ലൈഫ് മൊത്തം നമുക്ക് പറഞ്ഞിരിക്കുക, ഈ ആയുസ് മൊത്തം പറഞ്ഞിരിക്കുക. അത് കഴിയും, നമ്മൾ വയസ്സാവും, നമ്മളും അവിടെ ഒരു മരണത്തിന്റെ ഉള്ളിൽ പെട്ടുപോകും. അതോട് കൂടിയിട്ട് നമ്മുടെ ലൈഫ് അവിടെ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരും, അവരും ഇതുപോലെ പഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് കംപ്ലൈനിങ് ഒരിക്കലും ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മാറണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സക്സസിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. നമ്മൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനെ നമ്മളൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ RCM നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പൊ RCM ഈ ഒരു നമ്മുടെ TCT നമുക്ക് തന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ മുമ്പോട്ട് നോക്കാനാണെങ്കിൽ എന്താണ് നമുക്ക് തരുന്നത്? 100 ആൾക്കുള്ള ഒരു അവസരമാണോ? 1000 ആൾക്കുള്ള ഒരു അവസരമാണോ? 10 ആൾക്കുള്ള ഒരു അവസരമാണോ? ഒരിക്കലല്ല. ഇനി 1,00,000 ആളുകൾ ഒരുമിച്ച് RCM വരികയാണെന്ന് വിചാരിക്കുക. RCM പറയോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് ഇനി ഇല്ല, ഇനി 100 ഒരു വർഷത്തേക്ക് ഇനി ആരും കയറ്റാൻ പറ്റില്ല, ഇവിടെ ഫുൾ ആയിട്ടുണ്ട്, ഇവിടുത്തെ സിസ്റ്റം മൊത്തം ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് 121 കോടി ജനങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. അല്ല 137 അങ്ങനെ എന്തോ, കറക്റ്റ് വിട്ടുപോയി. ആ ഒരു സംഖ്യയോളം ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് നമ്മളത് അല്ലെ. 2023 കണക്ക് അനുസരിച്ചിട്ട് അത്രത്തോളം ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതിന്റെ വെറും 4 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് RCM അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ട ആളുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ ഇനി എത്ര ഇരട്ടി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് RCM. ഇനി ഇതിൽ ഈ ഒരു 100 കോടി ആളുകൾ RCM വന്നിക്കുകയാണെങ്കിലും വന്ന് ചേരുകയാണെങ്കിലും RCM 100% സ്റ്റേബിൾ ആയിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ RCM എന്നുള്ളതിലൂടെ നമുക്ക് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്. ഒരിക്കലും ഒരു 1000 ആളോ അല്ലെങ്കിൽ ഒരു എണ്ണാൻ പറയുന്ന ആളുകളോ എത്തിച്ചേരുന്നതിലൂടെ തകർന്നു പോകുന്ന ഒരു സിസ്റ്റം അല്ല. അപ്പൊ ഈ സിസ്റ്റം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളതും, നമ്മുടെ നാട്ടിലുള്ള ദണ്ണപ്പെട്ട് നിൽക്കുന്നതും, നമ്മുടെ നാട്ടിലുള്ള സങ്കടപ്പെട്ടിരിക്കുന്നതും ലക്ഷ്യം കൈവിട്ടു പോയതുമായ യുവാക്കളെ അല്ലെങ്കിൽ ജനങ്ങളെ, ഏത് പ്രായക്കാരനായിക്കോട്ടെ ഏത് പ്രായക്കാരി ആയിക്കോട്ടെ, കൈ നീട്ടി വിളിക്കുകയാണ്. വരൂ, നമുക്ക് RCM ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാം, അത് ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്നതിലൂടെ ഒരു അവസരം തരാം, ആ അവസരം നമുക്ക് ഒരു ബിസിനസ് ആക്കി മാറ്റാമെന്ന്. അതെതാ അപ്പോ സഞ്ജയ് പുല്ലാളൂർ മാഡം പറഞ്ഞു, ഇതാ 140.76 കോടി ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് മുന്നോട്ട് പോകുക തന്നെയാണ് അല്ലെ. ഒരിക്കലും ഞാൻ പറഞ്ഞ കണക്കിനേക്കാൾ കുറഞ്ഞു നിൽക്കുകയല്ല. അപ്പൊ നമുക്ക് അവസരങ്ങൾ അത്രയും വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ യൂത്ത് എന്നുള്ളതിൽ ഞാൻ ഇന്ന് യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാന്നുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് പ്രായക്കാരായിക്കോട്ടെ, ഏത് രീതിയിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, RCM ചെയ്യുന്നതിൽ എന്തിനാണ് പ്രായം, യൂത്ത് ആവണമെന്നുള്ള എന്താ നിർബന്ധം? ഒരു നിർബന്ധമുള്ള സംഭവമല്ല. അപ്പോ നമ്മുടെ നാട്ടില് ഭാവിയെ കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് ദൃഢമായിട്ട് ചവിട്ടിക്കയറാൻ പറ്റിയ ഒരു പാതയാണ് RCM എന്നുള്ളത് 100% ഉറപ്പിക്കാം. ഇനി നമ്മൾ മുമ്പോട്ട് പോകാനാണെങ്കിൽ നമ്മൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ,
എന്തിന് RCM ചെയ്യണം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റോഡ് അടിച്ചു വരുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ആസ്ട്രോണട്ട് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ എന്തായിരിക്കും, ഒരു ഹാപ്പി ലൈഫാണ്. അല്ലെ? ഒരു ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യന്മാരെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനാണെങ്കിൽ ഇന്ന് നമ്മളെ ഈ ലോകത്തിന്റെ ഇതിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ഒന്ന് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. 2 നമ്മൾ പറഞ്ഞിക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽത്ത് ആണ്. 3 എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ഫ്രീഡം. പിന്നെ നമുക്കൊരു ഒരു ലവിങ് സർക്കിൾ പറയാനാണെങ്കിൽ. ഇത്രയും സംഭവങ്ങൾ RCMലൂടെ നമുക്ക് 100% കിട്ടും എന്നുള്ളത് ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായ സംഭവമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ വരുമാന മാർഗം. ഇപ്പൊ RCMലേക്ക് നമ്മൾ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മോട് പറയുന്നത്, ഒരു പക്ഷേ നമ്മളോട് പ്ലാനോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് സംഭവങ്ങൾ വാങ്ങിക്കാം, ഉപയോഗിക്കാം, കഴിക്കാം, നമുക്ക് മുമ്പോട്ട് പോവാം. ആസ് പെർ ദ നോർമൽ ഡേയ്സ് നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടേ നിൽക്കാം. ഇനി അതിന് പുറമെ നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് വരുമാനം കിട്ടും. വരുമാനത്തിന് പുറമെ മറ്റ് ബന്ധങ്ങൾ കിട്ടും. ബന്ധങ്ങൾക്ക് പുറമെ യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കാനാണെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ RCMലൂടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഏത് വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് സെൽഫ് ഡിപ്പെൻഡൻസി. ഇപ്പൊ എത്ര പഠിച്ചിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ എത്ര മാനേജർ, നമ്മൾ CEO എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജോബ് ചെയ്യുകയാണെങ്കിൽ പോലും, ദേ ആർ ടു ആൻസറബിൾ. അവർ പോലും ആൻസറബിൾ ആണ്. മുകളിൽ ഇരിക്കുന്ന അതിന്റെ മാനേജ്മെന്റിനോടും അതിന്റെ ആളുകളോടും ആൻസറബിൾ ആണ്. അപ്പോ നമുക്കറിയാം, ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് സെൽഫായിട്ട് ഒരു സ്വന്തം തീരുമാനം എടുക്കാനും സ്വന്തം മുകളിൽ പ്രഷർ ഇല്ലാത്തൊരു ജോബ് എന്നുള്ളത്. അല്ലെ? എത്രയോ ആളുകൾ നമ്മൾ കണ്ടിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എന്റെ പരിചയത്തിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരു 27 വയസ്സ് ഇപ്പൊ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോ ഒരു 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടുന്ന് പൂനെയിലേക്ക് ജോബിന് പോയതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂരോ കൊച്ചി എവിടെയോ ആണ്. കറക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ, അല്ലെ ആ ഒരു ബയോളജിക്കലി അദ്ദേഹത്തിനെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ മിനിമം ഒരു 30-35 വയസ്സ് അദ്ദേഹത്തെ തോന്നിക്കും. കാരണം അദ്ദേഹത്തിന്റെ തലയൊക്കെ ഇപ്പൊ തന്നെ നിരച്ച് ആ ഒരു രീതിയിലുള്ള വർക്ക് ലോഡും പ്രഷറും, ഏകദേശം ഒരു 10 മണിക്കൂറിന്റെ അടുത്ത് അദ്ദേഹം വർക്കിംഗ് ആണ് ഡെയിലി. അതിന് പുറമെ ആ ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അത്രയും വൾഗർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എത്ര കാലം പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും? ഒരിക്കലും പറ്റൂല, അല്ലെ? നമ്മൾ പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യാനും സ്വന്തം ഇഷ്ടത്തിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്. അപ്പൊ അത് നമുക്ക് RCMലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏതൊരു യൂത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ആകർഷകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണത്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു കഴിവുകൾ. നമ്മളിപ്പോ ചിന്തിക്കും, ഈ ഒരു ബിസിനസ് എന്നുള്ള ഫീൽഡിൽ എന്ത് കഴിവ് വരാനാ? ബിസിനസ് ചെയ്യാനും ഇത് ആൾക്കാരെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവിന് പുറമെ എന്ത് വരാനാണ്? പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ, ഇന്നെ വീട്ടിൽ ഞാൻ നോക്കാനാണെങ്കിൽ 47 വയസ്സുള്ള ഒരു വ്യക്തി ഇന്ന് അവിടെ സൈഡിൽ ഇരുന്നിട്ട് സ്ലൈഡ് ഉണ്ടാക്കുന്നതും അതേമാതിരി തന്നെ സൈഡിൽ ഇരുന്നിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതും നമുക്ക് കാണാം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന കഴിവാണ്. അതൊരിക്കലും എന്റെ അച്ഛൻ അവിടെ ഡ്രൈവിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിലോ നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും പുറത്തേക്ക് വരാനോ ഒരു അവസരവും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് 100 കണക്കിന് ആളുകളെ മുന്നിൽ നിർത്തി സംസാരിക്കുന്നു. എത്രയോ ആളുകൾക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, എത്രയോ ആളുകൾക്ക് പ്ലാൻ കൊടുക്കുന്നു, എത്രയോ ആളുകൾക്ക് ആരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചു കൊടുക്കുന്നു, ന്യൂട്രീഷൻ കൗൺസിലർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവുകളാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും ഉള്ളിലുള്ള കഴിവുകളാണ് ഇതൊക്കെ. അപ്പൊ ഈ കഴിവുകൾ പുറത്തേക്ക് വരാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുക. ഇപ്പൊ നമുക്ക് ഉള്ള ഒരു സെക്ഷൻ ഓഫ് ഫീൽഡ്, നമുക്ക് ഉള്ള ഇഷ്ടമുള്ള ഒരു സെക്ഷൻ ഏതായിക്കോട്ടെ. ഇനിയിപ്പോ നമ്മൾ RCMൽ നമ്മൾ എടുക്കാനാണെങ്കിൽ നമുക്ക് എത്ര തരത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാം നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ FMCG പ്രൊഡക്റ്റുകൾ, അതായത് നമ്മളെ ഡെയിലി യൂസ് പ്രൊഡക്റ്റുകളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ബേസിക് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റുകളാണ് നമ്മുടെ താല്പര്യം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ആ പ്രോഡക്റ്റുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ആ സംഭവങ്ങൾ മുമ്പോട്ട് കൊടുക്കാം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ മുമ്പോട്ട് പോകാം.
ഇനി അതിന് പുറമെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പൊ പറയാനാണെങ്കിൽ കാലങ്ങളായിട്ട് പെയിന്റിന്റെ പണിയും കാലങ്ങളായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുമാണെന്ന് വിചാരിക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് RCMലേക്ക് എത്തിയെന്ന് വെച്ചിട്ട് അദ്ദേഹം ബിസിനസ് പ്ലാൻ പഠിക്കണമെന്നോ ബിസിനസിന്റെ മൊത്തം സംഭവങ്ങൾ ഈ RCMന്റെ മൊത്തം ചരിത്രം പഠിച്ചിട്ടേ RCM ചെയ്യാൻ പറ്റൂന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അദ്ദേഹത്തിന്റെ ഫീൽഡ് ആയിട്ടുള്ള പെയിന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കി കൺസ്ട്രക്ഷൻ ഐറ്റംസ് നമ്മളെ RCMൽ വരാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിനെ നമുക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും നല്ലൊരു ടീം ജനറേറ്റ് ചെയ്യാനും ആ ഒരു അറിവ്, അദ്ദേഹത്തിന് താല്പര്യമുള്ള അറിവ്, അത് മാത്രം മതി. ഇനി നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മദർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഫീൽഡ്, ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു സാറ് രജിത് സാർ ഇവിടെ ഇട്ടതും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ടൈ പോലും ഇന്ന് RCMന്റെ ആണ്. അപ്പൊ ഈ ഐറ്റംസ് വരെ RCMൽ ഉണ്ട്. ഈ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പറ്റുകയാണെങ്കിൽ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇനി അതിന് പുറമെ പറയാനാണെങ്കിൽ നല്ലൊരു ട്രെയിനർ ആണ് അദ്ദേഹം. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ട്രെയിനിങ്ങിലാണ് താല്പര്യം. അദ്ദേഹത്തിന് നൂറുകണക്കിന് ആളുകളെ ഇരുത്തി സംസാരിക്കാനും ആളുകൾക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കാനും ആളുകൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകാനുമാണ് അദ്ദേഹത്തിന് താല്പര്യം. അതിനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ ആ ഫീൽഡിലൂടെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോവാം. നമ്മൾ എണ്ണി നോക്കൂ, വിരല് മതിയാവില്ല, പേപ്പർ മതിയാവില്ല. അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓരോ വ്യക്തിക്കും RCM എറിഞ്ഞു കൊടുക്കുന്നത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകണ ഒരു സെയിൽസിൽ കഴിവുള്ള ഡോർ ടു ഡോർ സെയിൽസിലാണ് അദ്ദേഹത്തിന്റെ കഴിവെന്ന് വിചാരിക്കുക. ഓരോ വീടുകളിലും ചെന്ന് ആ വീട്ടിൽ ആവശ്യമായ പ്രോഡക്റ്റുകൾ അല്ലെ ആവശ്യമുള്ളതും അറിയാത്തതുമായ പ്രോഡക്റ്റുകൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതിലാണ് കഴിവ് വെച്ചാൽ നമുക്കൊരു സെയിൽസ്മാൻ ആയിട്ട് ഒരു ഡോർ ടു ഡോർ സെയിൽസിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിലൂടെ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ നോക്കാനാണെങ്കിൽ ക്രൗൺ ക്ലബ്ബ് അല്ലെങ്കിൽ വീരാംഗ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമ്മൾ അതിന്റെ പുറമെ നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്ക് വലിയൊരു ഫീൽഡ്, ഭാവിയിലെ നമ്മുടെ RCM എന്നുള്ളതല്ല നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഫുഡ് സപ്ലിമെന്റ്സ് എന്നുള്ള സംഭവം. നമ്മുടെ ലോകത്ത് നമുക്ക് എന്തറിയാം, കർഷകന്മാരും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും ഒക്കെ ഒരുപാട് ക്രൈസിസ് നേരിട്ടുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഫാമിംഗ് അല്ലെങ്കിൽ കൃഷി എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അങ്ങോട്ട് നിന്നേ പോവാം. നമുക്ക് ഉറപ്പിക്കാൻ പോലും പറ്റൂല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും മനുഷ്യന്മാര് അല്ലെ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് നമ്മൾ നോക്കാനാണെങ്കിൽ അതിനുള്ള ഒരു തികച്ചും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു വേ ആണ് ഏത് ഫുഡ് സപ്ലിമെന്റ്സ് എന്നുള്ളത് പറയുന്നത്. ഫുഡ് സപ്ലിമെന്റ്സ് മാത്രം മതി ഒരു മനുഷ്യന് ജീവിക്കാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഭാവിയെ അത്രയും കൂടുതൽ ഒരു ഡീപ്പായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ അത്രയും ബാധിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഫുഡ് സപ്ലിമെന്റ്സ് നമ്മൾ ഓരോ പ്രോഡക്റ്റും എടുത്ത് നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വൈഡും ഡീപ്പുമായിട്ട് നമുക്ക് ഓരോ വ്യക്തിക്കും കൊടുക്കാം. എത്ര പ്രായം കുറഞ്ഞ വ്യക്തികൾക്ക് മുതൽ ഭൂമിയിൽ എത്തിയിട്ടില്ലാത്ത ഒരു കുഞ്ഞിന് മുതൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ആളുകൾക്ക് വരെയുള്ള ബയോഏജ് വരെ നമ്മുടെ RCM ഇന്ന് ന്യൂട്രിചാർജിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മളൊന്ന് ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊന്ന് വിചാരിച്ച് നമ്മളൊന്ന് RCMലേക്ക് ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മളെ എടുത്ത് പൊക്കി കൊണ്ടുപോയി എന്താണ് RCM, ഏതാണ് RCM, എങ്ങനെയാണ് RCM എന്നുള്ളത് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കുണ്ട് അല്ലെ. ഇന്നിപ്പോ കോഴിക്കോടിന്റെ സംഭവങ്ങൾ പറയാനാണെങ്കിൽ 5 ദിവസം ഓരോ മാസവും 3-4 ദിവസങ്ങളിലും ഒക്കെ 7 ദിവസം, ഫസ്റ്റ് ദിവസം 5 ദിവസം പിന്നെ 7 ദിവസത്തിലേക്കൊക്കെ ആക്കി ഓരോ മാസവും അവിടെ താരോത്സവം അല്ലെങ്കിൽ മറ്റുള്ള മീറ്റിങ്ങുകൾ, മറ്റുള്ള ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മീറ്റിംഗ് തുടങ്ങുന്നുണ്ട്. ഇവിടെ 6:45 6:50 ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ടീമിന്റെ ഉള്ളിലുള്ള ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ആവും. മഹാപരിവർത്തനം എന്നുള്ള പേരിൽ 7 മണിയാകുമ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിരിക്കും. 7:30 ആകുമ്പോഴത്തേക്കും ക്ലോസിംഗ് ആണ്. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമാണത്. ഇനി അതിന് മുമ്പോട്ട് നമ്മൾ പോകാനാണെങ്കിൽ 9:15 രാത്രി 9 മണിക്ക് നമുക്ക് സെഷൻസ് ഉണ്ട്. ഏത് വ്യക്തിക്കും എത്രയും എളുപ്പം എത്രയും കോൺഫിഡന്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ, ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ യൂട്യൂബിലുണ്ട്. എത്രയും ഫ്രീ ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സ്ക്രോൾ ചെയ്യുന്ന നെറ്റ് നമ്മൾ ഒരു ഇത്തിരി മാറ്റി വെക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റിയ ഭാഗത്തിന്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിലൂടെ നമ്മളൊന്ന് പോവുകയാണെങ്കിൽ തന്നെ എന്താണ് RCM, ഏതാണ് RCM എന്നുള്ളത് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ഇനി ഇതിന് പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ RCMല് ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി
ഏതായിക്കോട്ടെ, ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വന്ന കാലം മുതൽ പ്രാചീനമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡോർ ടു ഡോർ സിസ്റ്റം. ഡോർ ടു ഡോർ സൈഡ്സിലൂടെ നമുക്ക് സെയിൽസിലൂടെ നമുക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. രണ്ടാമത്തെ സിസ്റ്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെയുള്ള എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. പിന്നെ ഒന്ന് ഇ കൊമേഴ്സ് എന്നുള്ള രീതിയിൽ, പിന്നെ ഒന്ന് ഏറ്റവും പുതിയ മെത്തേഡ് ഇ കോം നെറ്റ്വർക്ക്. ഇങ്ങനെ 4 മെത്തേഡിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ RCM ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും 4 രീതിയിൽ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി അതിന് പുറമെ RCM എന്തുകൊണ്ട് നമുക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ റെസിഡ്വൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണിത്, അല്ലെ? നമ്മൾ RCMന്റെ പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മൾ വാങ്ങുന്ന സാധനം തീർച്ചയായും നല്ലതാണെങ്കിൽ നമ്മൾ നാളെ വാങ്ങേണ്ടതും വാങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളാണ്. കാലങ്ങളായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നതും മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നതുമായ പ്രോഡക്റ്റുകളാണ് RCM ഉള്ളത് മുഴുവൻ. അപ്പൊ ഇന്ന് RCM ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി കാലാകാലങ്ങളിലേക്ക് നമ്മൾ ഇന്നൊരാളെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് മുതൽ അയാളായിട്ട് ഒരു കൈ കൊടുത്ത് അയാളായിട്ട് നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അയാളുടെ ലൈഫ് ടൈമിലേക്ക് വേണ്ട മൊത്തം ഐറ്റംസ്, ഏകദേശം ആ ലൈഫ് ടൈം മൊത്തം അയാൾക്ക് വേണ്ട ഐറ്റംസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും ആ വ്യക്തിയുമായിട്ടുള്ള ബിസിനസ് നമ്മൾ അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഉള്ളിടത്തോളം കാലം, ആ വ്യക്തിയുടെ കുടുംബം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിയിലൂടെ, ആ ഒരു ഐഡിയിലൂടെ നമുക്ക് ഇങ്ങനെ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള PV ആയിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുക. പിന്നെ നമ്മൾ ടൈം ലിവറേജ് നോക്കുക. അതന്നെയാണ് ആ ടൈം ലിവറേജ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കണ്ട് RCMലേക്ക് എത്തിക്കുകയാണെങ്കിൽ ടൈം ലിവറേജ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രാവശ്യം അയാളെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ആ വ്യക്തിയുടെ ലൈഫ് ടൈം മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ആയിട്ട് ആ വ്യക്തി മാറുകയാണ്. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൂടെ വരുന്ന ഏറ്റവും വലിയൊരു ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര വലിയ ഒരു ശൃംഖലയായിട്ട് നമുക്ക് വേണമെങ്കിലും, എത്രയോ ശൃംഖല കണക്കിന് നമുക്ക് ഒരു ടീമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ടീമിന്റെ പുറമെ നമുക്ക് നിൽക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വെറും ഒരാൾ മതി, അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തിയുടെ ഒരു ടൈം നമ്മൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് അത്രയും പാസീവായിട്ട്, അപ്പൊ നമ്മൾ പറയാം പാസീവ് ഇൻകം എന്നുള്ള ഈ ഒരു സംഭവം നമുക്ക് അവിടെ കറക്റ്റ് വർക്ക്ഔട്ട് ആവും, അല്ലെ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു 10 ആളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 10ഓ 100ഓ ആളുള്ള ഒരു ടീം അദ്ദേഹത്തിന് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടീമിൽ എത്ര ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നു? പക്ഷെ ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. അതിന്റെ മൊത്തം റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ടീമിന് മൊത്തത്തിലുള്ളതാണ്. ഇതാണ് RCMന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ബ്യൂട്ടി. ഇങ്ങനെ ഈ ഒരു 3ഓ 4ഓ സംഭവങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യാൻ നിന്നിക്കുകയാണെങ്കിൽ തന്നെ സമയം 7 മണി കഴിഞ്ഞ് 7:06 ഞാൻ ഇനിയും ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയങ്ങൾ ഇനിയും ഇവിടെ ബാക്കിയാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു തീർക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷെ ഇത് തീർക്കാൻ എനിക്ക് പറ്റും തോന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് ഒന്ന് പറയാം. അപ്പൊ നമ്മൾ RCMലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ല പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ആപ്പിൾ എന്നുള്ള കമ്പനിയെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആപ്പിൾ ഇപ്പോ ഇന്ന് ഇലക്ട്രോണിക്സ് മേഖലയിൽ, അല്ലെങ്കിൽ ബാക്കി ഏത് കമ്പ്യൂട്ടർ മേഖലയിലോ അല്ലെങ്കിൽ ഫോൺ മേഖലയിലോ ഒക്കെ ഒരു വളരെ സുപ്രീം ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. എന്തുകൊണ്ട് ബാക്കിയുള്ള കമ്പനികൾ ബാക്കിയുള്ള കമ്പനികൾ മുമ്പോട്ട് വരുന്നതിനും മുന്നോട്ട് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് മാത്രം ഇന്ന് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ ഹൈ ആയി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അപ്പൊ നമ്മൾ നമുക്കറിയാം മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അത് എല്ലാവരും കേട്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും മാർട്ടിൻ ലൂതർ കിങ്. പറയാനാണെങ്കിൽ അമേരിക്കയിൽ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും, അതുപോലെ തന്നെ റൈറ്റ് ബ്രദേഴ്സ്, നമ്മളെ വിമാനം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ. എന്തുകൊണ്ട് വിമാനം ഉണ്ടാക്കുന്നത് റൈറ്റ് ബ്രദേഴ്സ് മാത്രം സാധ്യമായ ഒന്നായി മാറി? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. അവിടെയാണ് ഒരു ബിസിനസ് മാൻ ജനിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഒരു എന്റർപ്രണർ ജനിക്കുന്നത്. നമ്മൾ ബിസിനസ് മാൻ എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, അല്ലെ? നമുക്കറിയാം ഈ രീതിയിൽ ഓരോ കമ്പനിയുടെ ഓരോ സംഭവത്തിന്റെ നമ്മൾ വളർച്ചകൾ നോക്കാനാണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോ ഈ ഒരു സർക്കിൾ, ഒരു ഗോൾഡൻ സർക്കിൾ ഓഫ് സെയിൽസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സംഭവം ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു 3 സർക്കിളാണ്. ആ 3 സർക്കിളിൽ ഏറ്റവും ഉള്ളിലുള്ളതാണ് വൈ.
എന്തിന്. അതിന് പുറമേ ഉള്ളതാണ് ഹൗ. ഇതിന് ഏറ്റവും പുറമേ ഉള്ളതാണ് വാട്ട്. ഈ 3 സർക്കിളിൽ ഒരു 90% ബിസിനസ്സുകാർ ഇപ്പൊ പറയാനാണെങ്കിൽ ബാക്കി ഒരുപാട് ഇലക്ട്രോണിക് മേഖലകളിലുള്ള ബാക്കി ഒരുപാട് ഇലക്ട്രോണിക്സ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ ബാക്കി ഒരുപാട് മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവരൊക്കെ ചിന്തിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഒരുവിധം എല്ലാവരും ചിന്തിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വാട്ട്, ഹൗ, വൈ എന്നുള്ളതാണ്. അതായത് പുറത്തുനിന്ന് ഇപ്പൊ ഞാൻ ഒരു ഫോണിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു അടിപൊളി ഫോൺ ഉണ്ടാക്കി, വളരെ അടിപൊളി എന്താണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി വൈ, അത് നിങ്ങൾ വാങ്ങിക്കുന്നോ? ഇങ്ങനെയാണ് അവർ മാർക്കറ്റ് ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനാണ്. അപ്പൊ തന്നെ നമുക്കറിയാം ഇല്ല വാങ്ങിക്കുന്നില്ല, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. ഇനി രണ്ടാമതൊരു മാർക്കറ്റിംഗ്, ആപ്പിൾ പോലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം ഞാൻ എടുത്ത് പറഞ്ഞത്, അതിനൊരു മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഒരു പ്രാചീന കാലം മുതലേ അവർ അങ്ങനത്തെ ഒരു രീതിയിൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പൊ പറയാനാണെങ്കിൽ ആപ്പിളിന്റെ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് നമ്മൾ നോക്കാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കാം വാട്ട് എവറിത്തിങ് വി ഡു ചലഞ്ചിങ്. അങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുക. എവറിത്തിങ് വി ഡു ചലഞ്ചിങ്, അതായത് അവർ ചെയ്യുന്ന എല്ലാം ഒരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുക്കുന്നു. ആ ചലഞ്ചായി ഏറ്റെടുക്കുന്നതിലൂടെ വളരെ സ്റ്റൈലിഷ് ആയിട്ടും വളരെ എക്സ്പ്രസീവ് ആയിട്ടും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഞങ്ങൾ, അത് നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ആ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വൈ, ഹൗ, വാട്ട്, ഉള്ളിന്ന് പുറത്തേക്ക് വരുന്ന രീതിയാണ്. അതായത് വൈ, ഹൗ, വാട്ട്. ആ സ്ലൈഡ് ഇടാതെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നതോടുകൂടിയിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ആപ്പിൾ എന്നുള്ളൊരു കമ്പനി ഏറ്റവും പ്രാചീന കാലം മുതൽ തന്നെ ഇങ്ങനെ മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു മെത്തഡോളജിയാണിത്. മനസ്സിലായില്ല? അപ്പൊ അതായത് ഒരു ഗോൾ ഈസ് നോട്ട് ടു സെൽ ദ പീപ്പിൾ വാട്ട് യു ഹാവ്. ആ ഒരു മെത്തഡോളജി മൊത്തത്തിൽ നമ്മൾ പറയാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമ്മുടെ കയ്യിൽ RCM ഉണ്ട് അല്ലെ, നമ്മുടെ കയ്യിൽ RCM ഉണ്ട്. RCMൽ എന്താണുള്ളത്? RCMൽ ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുപാട് നമുക്ക് ഡ്രസ്സസ് തരുന്നുണ്ട്, ഒരുപാട് FMCG പ്രൊഡക്റ്റുകൾ തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ സെല് ചെയ്യുന്നതിന് പുറമെ നമ്മൾ പറയാനാണെങ്കിൽ ഈ ആളുകൾക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് എന്റെ കയ്യിൽ ഇതുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട്, ഇത് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് ചോദിക്കുന്നതിന് പകരം ഇൻസ്റ്റഡ് സെൽ ദ പീപ്പിൾ ഹു ബിലീവ് വാട്ട് യു ബിലീവ്. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന സംഭവം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ കൂടിയിട്ട് നമുക്ക് അവരെ ആ ഒരു ചിന്തയിൽ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റും. അതായത് ഇൻസ്റ്റഡ് സെൽ ദ പീപ്പിൾ ഹു ബിലീവ് വാട്ട് യു ബിലീവ്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അതേ വിശ്വാസമുള്ള ആളുകളെ നമുക്ക് ആ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ ആ ഒരു മൈൻഡ് തമ്മിലുള്ള ഒരു ഇതാണ് അവിടെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ആ ചിന്ത നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. ആ ചിന്തയിലേക്ക് അതേ ചിന്തയുള്ള ആളുകൾ അപ്പോ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്ന അതേ ഇതിലേക്ക് അവരും എത്തുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ ടീം ചിലപ്പോൾ ഒരു പക്ഷേ 100 ആളുകളോ 1000 ആളുകളോ ഉള്ള ടീമായിരിക്കും. ബട്ട് സ്റ്റിൽ അതിന്റെ മുകളിൽ ആ ഒരു രീതിയിലുള്ള ലീഡേഴ്സും ആളുകളും വരാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് ദ ടീം എന്നാണ് പറയുന്നത്. ആ ക്വാളിറ്റി ഓഫ് ദ ടീം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിശ്വാസം, നമ്മൾ എന്തിന് RCMലേക്ക് എത്തി, നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ഒരിക്കലും ഒരു 9 മണി മുതൽ 5 മണി വരെയുള്ള ഒരു ജോബ് കൊണ്ട്, ഒരു 9 to 5 ജോബ് കൊണ്ടോ ഒരു വൈറ്റ് കോളർ ജോബ് കൊണ്ടോ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ RCMലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളും എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ആരോഗ്യമാണെന്നുള്ളതാണ്. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഒരു താല്പര്യം, ഈ ഒരു ഐഡിയോളജി ഉള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് വെച്ചാൽ അപ്പൊ അവർക്കും ആ ഒരു സംഭവം ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നു. അവർ അതിലേക്ക് വരുന്നു. അവർ ഈസി ആയിട്ട് ഇതിന് ലോയൽ ആയിട്ടുള്ള അവരുടെ രക്തവും മജ്ജയും എല്ലാം തരുന്ന, വിയർപ്പും തരുന്ന രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റ് ബ്രദേഴ്സിന്റെ കാര്യം ഞാൻ എന്നാൽ ഇതാക്കുന്നതിന് പകരം നമുക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്തത് മാർട്ടിൻ ലൂതർ കിങ് 1963 ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു സമയത്ത് ഒരു മാളിൽ വെച്ചിട്ട്, വാഷിങ്ടണിലെ ഒരു മാളിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് നടത്തുകയാണ്. ആ കോൺഫറൻസിൽ ഏകദേശം
2.5 ലക്ഷം ആളുകൾ അന്ന് അവിടെ ജോയിൻ ചെയ്യാണ്. ആ ഒരു സംഭവത്തിലേക്ക് 2.5 ലക്ഷം അല്ല, അതിനും പുറമെ ആളുകൾ, ഒരുപാട് ആളുകൾ, 2.5 ലക്ഷത്തിലധികം ആളുകൾ അവിടെ ജോയിൻ ചെയ്യാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രൊമോഷനോ ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിലുള്ള പ്രൊമോഷനോ ഒന്നുമില്ല. നമ്മൾ ആലോചിക്കണം, അന്നത്തെ കാലത്ത് അദ്ദേഹം അവിടെ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാല് ആ ഒരു സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ സിവിൽ റൈറ്റ്സിലൂടെ മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വേണമെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വേണം നമുക്ക്, എന്ത് വേണ്ട നമുക്ക് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു മാർക്കറ്റിംഗിൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മീൻസ് അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? സിവിൽ റൈറ്റ്സ് എന്നുള്ളത് ഒരിക്കലും അമേരിക്കക്കാർക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഒരു വാക്കുകൾ ഉണ്ട് അല്ലെ, എന്താണ്, ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ട്. ആ ഒരു പ്രസംഗ ഒരു സീരീസ്, ആ ഒരു സംഭവം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മാർക്കറ്റ് ചെയ്തത്. അപ്പൊ അതേ വിശ്വാസത്തിലുള്ള ആളുകൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിച്ചേരാണ് ചെയ്തത്. ഈ എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് അവിടെ എന്തായി, ഒരു ജനസാഗരമായി മാറി. അവിടെ 25 ലക്ഷത്തിലെ ആളുകൾ അധികം അവിടേക്ക് എത്തിച്ചേർന്നു. ആ എത്തിച്ചേരുന്ന ആളുകൾ ഇനിയും ഇനിയും ആളുകളിലേക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം ഒരു ലീഡറായി മാറി. അദ്ദേഹത്തിന്റെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള വിശ്വാസം തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും, അപ്പൊ നമുക്ക് ചിന്തിച്ചു നോക്കാം, ഈ 25 ലക്ഷത്തിലധികം ആളുകൾ, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ആ കണക്കൂടെ നോക്കിയപ്പോഴാണ് കറക്റ്റ്, 25 ലാക്സിലധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ അവിടെ എത്തിയതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മാർട്ടിൻ ലൂതർ കിങ്ങിനോടുള്ള അതിയായ പ്രണയം കൊണ്ടോ പ്രസംഗത്തിന്റെ ശൈലി കൊണ്ടോ അല്ല. അവരവരുടെ ഐഡിയോളജി, അവരവരുടെ ഡ്രീം എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ ഓരോ ആളുകളും മുമ്പോട്ട് വന്നത് അവരുടെ വിശ്വാസവും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ ആ വിശ്വാസവും ഒരേതായതുകൊണ്ട് അത് രണ്ടും തമ്മിലുള്ള ആ ഒരു സിങ്കാണ് അവിടെ വർക്കായത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ലീഡർ ഒരു ലീഡർ അവിടെ ജനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കാനാണെങ്കിൽ, അപ്പോ ഒരിക്കൽ പോലും നമ്മുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളോ വെച്ചിട്ടാവരുത്. നമ്മുടെ വിശ്വാസം എന്താണ്? RCM ഈസ് അവർ ബിലീഫ്. ആ ബിലീഫ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ കൂടിയിട്ട് ഒരിക്കലും നമ്മളൊരു ലീഡർ അല്ലാതായി മാറൂല. നമ്മളൊരു നല്ല ലീഡർ എന്ന് പറയുന്ന ആള്, ഒരു യഥാർത്ഥ ലീഡർ ഒരിക്കലും നമ്മൾ നോക്കാനാണെങ്കിൽ അദ്ദേഹം ഒരു സീറ്റിൽ ഇരുന്നിട്ട് ഒരു ബോസിനെ പോലെ പവറും അതോറിറ്റിയും കാണിച്ചിരിക്കുന്ന ആളുകളല്ല. അതിന് പുറമെ തന്റെ താഴെയുള്ളതും തന്റെ കൂടെയുള്ളതുമായ ആളുകളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും തന്റെ പ്രവർത്തന ശൈലിയിൽ മുൻപോട്ട് പോകാൻ തള്ളിക്കയറ്റുന്നതായ ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും ഇനിയും RCMൽ ഒരു 1000 ആളുകളെയല്ല, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ഇനിയും വിശ്വാസത്തിലൂടെ, തന്റെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ എത്തിക്കാൻ സാധിക്കട്ടെ, ഒരു മികച്ച ടീം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് GRCM, ഗുഡ് RCM ഒരിക്കൽ കൂടി എനിക്ക് തന്ന അവസരത്തിന് 1000 നന്ദിയും ഒരിക്കൽ കൂടി